അവിടെ 53 സന്യാസിമാരിൽ 11 പേർ മാത്രം ഒരു പക്ഷത്ത്, ബാക്കിയുള്ളവർ മുഴുവൻ മറുപക്ഷത്ത്. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ അട്ടിമറിച്ചത്. നമ്മളിപ്പോൾ ഈ ഓർത്തഡോക്സ് യാക്കോബായ പക്ഷങ്ങളുടെ തർക്കവും ബഹളവും ഒക്കെ പറയുമല്ലോ, അതിൽ നീതി ചില ഭാഗത്താണ് എന്ന മട്ടിലുള്ളത്, ചില കാര്യകാരണ സഹിതം ആളുകളുടെ എണ്ണവും പള്ളികളുടെ കണക്കും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമല്ലോ. ആ മട്ടിൽ നോക്കിയാൽ ഈ ശിവഗിരിയിലുണ്ടായ സംഭവത്തിൽ ബഹുഭൂരിപക്ഷം സന്യാസിമാരും അപ്പുറത്ത് ശാശ്വതികാനന്ദയ്ക്കൊപ്പമായിരുന്നു, ഇപ്പുറത്ത് കൈവല്യാനന്ദ പക്ഷമാണ്. പ്രകാശാനന്ദയാണ് പ്രസിഡന്റ് ആയതെങ്കിലും കൈവല്യാനന്ദ പക്ഷമാണത്. കാരണം അതിനൊരു കാരണവും കൂടിയുണ്ട്. കാരണം കൈവല്യാനന്ദ ഹിന്ദുത്വ സംവിധാനമാക്കി ശിവഗിരിയെ മാറ്റാൻ ശ്രമിക്കുന്നു, അതായിരുന്നു ആരോപണം. അപ്പോൾ അതിനെ ചെറുക്കുന്നു ഇപ്പുറത്ത് ശാശ്വതികാനന്ദ എന്നുള്ളതുമായിരുന്നു. ശാശ്വതികാനന്ദ സ്വാമി ഇവിടെ ഇല്ലാത്ത സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ 3 പേരെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് മറ്റ് സീനിയർ സന്യാസിമാർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്ഥാനാർത്ഥികളായി 3 പേരെ നിർത്തുന്നു എന്ന് പറഞ്ഞ് നിർത്തിയവരാണ്. പിന്നെ അത് പിൻവലിക്കാൻ കൈവല്യാനന്ദ സ്വാമി കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്, അതിൻ്റെ തുടക്കം. അപ്പോൾ ഇത് വസ്തുതയാണ്, ഇത് ആർക്ക് മുന്നിലും ഉള്ളതാണല്ലോ. കോടതി ഇതിനകത്ത് കുഴപ്പം കാണിച്ചിട്ടുണ്ട് ആ കാലത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഒരൊറ്റ അന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യത്തിൻ്റെ ബെഞ്ചിലേക്ക് ഒരു ദിവസത്തേക്ക് വന്നതാണ്. ജസ്റ്റിസ് മുഹമ്മദിൻ്റെ ബെഞ്ചിൽ നിന്ന് ഒരു ദിവസത്തേക്ക് വന്ന കേസ് അത് കേട്ട് തുടങ്ങി എന്ന് ഫയലിൽ എഴുതി വെച്ചു ഇദ്ദേഹം. അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് തന്നെയായി. അദ്ദേഹം വന്നിട്ട് അതിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ഈ പ്രശ്നങ്ങളിലേക്ക് മുഴുവൻ വഴി തെളിക്കുന്നത്. അപ്പോൾ എന്താണ് AK ആൻ്റണി പിന്നീട് ചെയ്ത പണി എന്താണെന്നറിയോ? അദ്ദേഹം ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ആ സബ് കമ്മിറ്റിയെ വെച്ചിട്ട് ഇത് ഒത്തുതീർപ്പ് അനുരഞ്ജന ശ്രമങ്ങൾക്ക് വേണ്ടി മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിട്ട് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആരൊക്കെയാണ്? കുഞ്ഞാലിക്കുട്ടി, KM മാണി, ഇവരെല്ലാം അടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിയാണ് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ ചെയർമാനായ AK ആൻ്റണി ഒറ്റ തവണ പോലും ആ കമ്മിറ്റി ചെയർ ചെയ്തില്ല, ഒരു തവണ പോലും ഇരുന്നില്ല. ഈ 2 പക്ഷത്തും പറയാനുള്ളത് എന്താണെന്ന് കേട്ടില്ല. 2 പക്ഷത്തിനും പറയാനുള്ളത് എന്താണെന്ന് AK ആൻ്റണി നേരിട്ട് കേട്ടിട്ടില്ല. അവരുടെ 2 പേർക്കും നടുവിലിരുന്ന് ഇത് കേട്ടിട്ടില്ല. അന്ന് കേരളത്തിലെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന മുഴുവൻ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ച് ഇത് മധ്യസ്ഥ ശ്രമങ്ങൾ, അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുന്നത്. ആ കമ്മിറ്റി ഇത്രയും വലിയ സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കേട്ടിട്ടില്ല. അത് ഈ മറ്റുള്ളവർ ഈ ചർച്ചയ്ക്ക് പോയവർ പറഞ്ഞുള്ള കേൾവി മാത്രമാണ്. അദ്ദേഹം അതിലേക്ക് നേരിട്ട് ഇടപെടാൻ തന്നെ കൂട്ടാക്കിയില്ല. എന്താ കാരണം എന്നറിയോ? കോടതിയിലിരിക്കുന്ന കേസാണ്. എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ പിന്നെ രാജിവെച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അതാ, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ രാജിവെക്കേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ഇമേജിനെ കുറിച്ചുള്ള വല്ലാത്ത ഈ അദ്ദേഹത്തിൻ്റെ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, ആ അഡിക്ഷൻ കാരണം അദ്ദേഹം അതിന് തയ്യാറായില്ല. മാത്രമല്ല അന്ന് KPC പ്രസിഡന്റ് വയലാർ രവിയാണ്. വയലാർ രവിയോ തലേദിവസം രാത്രി വരെ വയലാർ രവിയോട് ഇവിടെ ഈ പോലീസിൻ്റെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല AK ആൻ്റണി. ഒപ്പമുള്ള മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഉപസമിതിയെ വെച്ചല്ലോ അനുരഞ്ജന ശ്രമത്തിന്, അവരോട് പറഞ്ഞിട്ടില്ല. അതിന് മധ്യസ്ഥം നിന്നവരോട് പറഞ്ഞിട്ടില്ല. ഈ ശിവഗിരിയിലെ സന്യാസിമാരോട് പറഞ്ഞിട്ടില്ല. ഒരാളോടും പറയാതെ അന്ന് ബാംഗ്ലൂർ വഴി ഇദ്ദേഹം നേരെ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, അതുകൂടി ഓർക്കണം. ഡൽഹിയിൽ AK ആൻ്റണിക്ക് ഔദ്യോഗികമായോ വ്യക്തിപരമായോ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കേരള ഹൗസിൽ ചുമ്മാ ഇരുന്നു എന്ന് മാത്രമല്ല, അവിടെ അന്ന് പത്രക്കാർ പോയി ചോദിക്കുന്നുണ്ട് ഔദ്യോഗിക പരിപാടി ഒന്നും ഇല്ലാതെ എന്താണ് ഇവിടെ എന്ന്. മിണ്ടിയിട്ടില്ല. ഇവിടെ ഈ പോലീസ് നടപടി നടന്ന സമയത്ത് ഈ കാര്യം അവിടെ അന്ന് മറ്റേ ഇപ്പോഴത്തെ പോലെ ടെലിവിഷനിലോ ലൈവും മൊബൈൽ ഫോണും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ അറിയുന്നില്ലല്ലോ. ആ സമയത്ത് കൂടെ ഇരിപ്പുണ്ട് PJ കുര്യൻ. ഈ PJ കുര്യനോട് പറഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത്. PJ കുര്യനുമായിട്ട് PJ കുര്യൻ പുറത്തിറങ്ങിയിട്ട് പത്രക്കാർ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചോ, ഈ ആൻ്റണി എന്നിട്ട് ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അതാണ് AK ആൻ്റണി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഇപ്പോൾ കോൺഗ്രസിനെ ഇതിൽ ക്രൂശിക്കുന്നതിൽ ഒരു ശരികേടുണ്ട്. കാരണം കോൺഗ്രസ്സുകാരറിയാതെയാണ് AK ആൻ്റണി ഇത് നടപ്പാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും AK ആൻ്റണിക്ക് തന്നെയാണ്.